13 ബില്യൺ US$, അതായത് ഏകദേശം 1 ലക്ഷം കോടിയിലധികം ഇന്ത്യൻ രൂപ. ഒരു കായിക സംഘടന വെറും 4 വർഷം കൊണ്ട് ഉണ്ടാക്കാൻ പോകുന്ന വരുമാനമാണിത്. നമ്മൾ സാധാരണ കാണുന്ന ഒരു കമ്പനിയുടെ ലാഭക്കണക്കല്ല ഇത്. ഫിഫ എന്ന നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ പുതിയ വരുമാന മാർഗമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു വലിയ കോർപ്പറേഷനേക്കാൾ കൂടുതൽ പണമുള്ള ഒരിടമായി ഫുട്ബോൾ ലോകത്തെ ഈ പരമാധികാര സംഘടന മാറിയിരിക്കുന്നു. ഇത് ചെറിയൊരു കാര്യമല്ല. നമ്മുടെ ചിന്തകൾക്കും അപ്പുറത്താണ് ഇവരുടെ സാമ്പത്തിക വളർച്ചയുള്ളത്. ഫിഫയുടെ ഈ പുതിയ ബിസിനസ് മോഡൽ ഒരു വലിയ ഡാമിന്റെ ഷട്ടറുകൾ തുറക്കുന്നത് പോലെയാണെന്ന് നമുക്ക് പറയാം. ഒരു തവണ ഷട്ടർ ഉയർത്തുമ്പോൾ ഒഴുകി വരുന്ന വെള്ളം മുഴുവൻ അവർ തങ്ങളുടെ വലിയ സംഭരണിയിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇവിടെ വെള്ളത്തിന് പകരം പണമാണ് ഒഴുകുന്നതെന്ന് മാത്രം. നമ്മൾ സാധാരണ വിചാരിക്കാറുള്ളത് ഫിഫ എന്നത് വെറും ഒരു ഫുട്ബോൾ കളി നടത്തുന്ന കൂട്ടനാണെന്നാണ്. സത്യം പറഞ്ഞാൽ അതൊരു തെറ്റായ ധാരണയാണ്. അവർ യഥാർത്ഥത്തിൽ ഒരു ആഗോള കൊമേഴ്ഷ്യൽ കോർപ്പറേഷനായി തന്നെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. വിനോദത്തെ അവർ ഒരു വലിയ വ്യവസായമാക്കിയാണ് മാറ്റിയിരിക്കുന്നത്. നമ്മളിവിടെ ഒരു ട്രെൻഡ് ചേസ് ചെയ്യുകയാണോ അതോ ട്രെൻഡ് നമ്മളെ ചേസ് ചെയ്യുകയാണോ എന്ന് പലപ്പോഴും ആലോചിക്കേണ്ടി വരും. ഒരു കളി കാണാൻ നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ നമ്മളൊരു കായിക പ്രേമി മാത്രമാണോ അതോ അവരുടെ വലിയൊരു വരുമാന യന്ത്രത്തിലെ ചെറിയൊരു സ്ക്രൂ മാത്രമാണോ? ഈ ഒരു നിമിഷം നമ്മൾ ആലോചിക്കണം. കളി കാണുന്ന ഓരോ വ്യക്തിയും തങ്ങളുടെ പോക്കറ്റിൽ നിന്ന് ചിലവാക്കുന്ന പണത്തിന്റെ ഒരു വിഹിതം ഈ വലിയ ആഗോള സാമ്രാജ്യത്തിലേക്കാണ് ചെന്നെത്തുന്നത്. വികാരങ്ങൾ വിപണനം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഫിഫ ഒരു ചാരിറ്റബിൾ സംഘടനയാണെന്നാണ് അവരുടെ നിയമപുസ്തകത്തിൽ പറയുന്നത്. ലാഭമുണ്ടാക്കാൻ പാടില്ലാത്ത ഒരു നോൺ പ്രോഫിറ്റ് സ്ഥാപനം. പക്ഷെ അവരുടെ പുതിയ കണക്കുകൾ നോക്കുമ്പോൾ ആർക്കായാലും കുറച്ച് സംശയങ്ങളൊക്കെ തോന്നും. അല്ലെങ്കിൽ അത്രയൊന്നും ചിന്തിക്കേണ്ടതില്ല എന്ന് കരുതി നമ്മളത് വിട്ടുകളയും. നിയമപരമായി അവർ ചാരിറ്റി സംഘടനയാണെങ്കിലും അവരുടെ ബിസിനസ് തന്ത്രങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ ലാഭക്കൊതിയുള്ള കമ്പനികളെ പോലും വെല്ലുന്നതാണ്. ഇത് നമ്മൾ തിരിച്ചറിയണം. ഫിഫയുടെ ഔദ്യോഗിക ബജറ്റ് റിപ്പോർട്ട് അനുസരിച്ച് 2023 മുതൽ 2026 വരെയുള്ള സൈക്കിളിൽ അവർ പ്രതീക്ഷിക്കുന്ന വരുമാനം $13 ബില്യൺ ആണ്. ഇത് ഖത്തർ ലോകകപ്പ് നടന്ന സമയത്തെ വരുമാനത്തെക്കാൾ 73% കൂടുതലാണ്. കണ്ടോ, ഇതൊരു ചെറിയ വർധനവല്ല. ഒരൊറ്റ നമ്പർ കൊണ്ട് അവർ കളി മുഴുവൻ മാറ്റിമറിച്ചിരിക്കുകയാണ്. ഇതിന് പിന്നിൽ വലിയൊരു തന്ത്രമുണ്ട്. ഇത്തവണത്തെ ലോകകപ്പിൽ ടീമുകളുടെ എണ്ണം 48 ഉയർത്തി. മത്സരങ്ങളുടെ എണ്ണം 104 വർദ്ധിപ്പിച്ചു. വെറും 6 ആഴ്ചകൾക്കുള്ളിൽ 104 സൂപ്പർ ബൗളുകൾ നടത്തുന്നതിന് തുല്യമാണിത്. ഇത് നമ്മളെ ബാധിക്കുമോ? തീർച്ചയായും ബാധിക്കും. വിപണിയിലെ ഓരോ ചലനവും നമ്മുടെ പോക്കറ്റിനെയാണ് ലക്ഷ്യം വെക്കുന്നത്. പണം എങ്ങോട്ട് ഒഴുകുന്നു എന്ന് നമ്മൾ കൃത്യമായി നിരീക്ഷിക്കേണ്ടതുണ്ട്. ഫിഫയുടെ ഈ പുതിയ വരുമാന ഘടനയെ നമുക്കൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാം. ഒരു ചായക്കടയിൽ ഇരുന്ന് സംസാരിക്കുന്ന അത്രയും ലളിതമായി ഇതിനെ കാണാം. നിങ്ങൾ ഒരു വലിയ കല്യാണം നടത്തുന്നതെന്ന് വിചാരിക്കുക. അതിലേക്ക് 100 പേരെ വിളിക്കുന്നതിന് പകരം 200 പേരെ വിളിച്ചാൽ എന്ത് സംഭവിക്കും? സ്വാഭാവികമായും പന്തലിന്റെ വലിപ്പം കൂട്ടണം, ഭക്ഷണത്തിന്റെ അളവ് കൂട്ടണം. പക്ഷെ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന സമ്മാനങ്ങളുടെയും പണക്കിഴികളുടെയും എണ്ണവും കൂടും. ഇവിടെ ഫിഫ ചെയ്യുന്നത് കൃത്യമായി ഇതാണ്. അവർ പന്തലിന്റെ വലിപ്പവും അതിഥികളുടെ എണ്ണവും കൂട്ടി. ഫിഫയുടെ ഔദ്യോഗിക സാമ്പത്തിക രേഖകൾ പ്രകാരം ടിക്കറ്റ് വിൽപ്പനയിലൂടെയും ഹോസ്പിറ്റാലിറ്റിയിലൂടെയും മാത്രം അവർ $3 ബില്യൺ ആണ് നേടാൻ പോകുന്നത്. നമ്മൾ കേരളത്തിലിരുന്ന് TV-യിൽ കളി കാണുന്ന ആളുകളാണ്. അപ്പോൾ ഫിഫ 3 ബില്യൺ ഉണ്ടാക്കിയാലും 10 ബില്യൺ ഉണ്ടാക്കിയാലും നമുക്ക് എന്താണെന്ന് നിങ്ങൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവില്ലേ? ഞാനും ഇത് ചിന്തിച്ചിരുന്നു. ഇവിടെയാണ് ഒരു ട്വിസ്റ്റ് ഉള്ളത്. നമ്മൾ കാണുന്ന കളി വെറും ഒരു 90 മിനിറ്റ് മത്സരമല്ല, അത് വലിയൊരു പരസ്യ വിപണിയാണ്. ആ പരസ്യങ്ങളുടെ ചിലവ് ഒടുവിൽ വന്നു ചേരുന്നത് നമ്മൾ വാങ്ങുന്ന ഉൽപ്പന്നങ്ങളുടെ വിലയിലാണ്. കോർപ്പറേറ്റുകൾ പരസ്യത്തിനായി മുടക്കുന്ന കോടികൾ സാധാരണക്കാരുടെ പോക്കറ്റിൽ നിന്നാണ് ഈടാക്കുന്നത്. ഇവിടെയാണ് പലരും മിസ് ചെയ്യുന്ന ഒരു കാര്യമുള്ളത്. ഫിഫ ഇത്തവണ ഒരു പുതിയ വരുമാന മാർഗം കൂടി കണ്ടെത്തിയിട്ടുണ്ട്. അവന്റെ ഒഫീഷ്യൽ ടിക്കറ്റ് റീസെയിൽ പ്ലാറ്റ്ഫോം. നമ്മൾ സാധാരണ ബ്ലാക്കിൽ ടിക്കറ്റ് വിൽക്കുന്നത് കേട്ടിട്ടുണ്ടാകും. എന്നാൽ ഇനി മുതൽ ടിക്കറ്റ് വിൽക്കണമെങ്കിൽ ഫിഫയുടെ സ്വന്തം പ്ലാറ്റ്ഫോം തന്നെ ഉപയോഗിക്കണം. അവിടെ അവർ ഓരോ റീസെയിലും വാങ്ങുന്നയാളിൽ നിന്നും വിൽക്കുന്നയാളിൽ നിന്നും കൂടി ആകെ 15% കമ്മീഷനും ഈടാക്കും. ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ടിക്കറ്റ് ഒരാൾ വാങ്ങി അത് മറ്റൊരാൾക്ക് മറിച്ച് വിൽക്കുമ്പോൾ പോലും ഫിഫയ്ക്ക് അവിടെ പണം കിട്ടുന്നു. ഇത് ഒരുതരം ഇരട്ട നികുതി പോലെയാണെന്ന് തോന്നിപ്പിക്കുന്നത്. സ്വന്തം ഉൽപ്പന്നം മറ്റൊരാൾക്ക് കൈമാറുമ്പോഴും അതിൽ നിന്ന് ലാഭം കൊയ്യാൻ ഫിഫയ്ക്ക് കഴിയുന്നുണ്ട്. സ്പോർട്സ് എന്നത് ഇപ്പോൾ വെറും ഒരു വിനോദമല്ല, അതൊരു വലിയ കോർപ്പറേറ്റ് ബിസിനസ് ആയി മാറിക്കഴിഞ്ഞു. നമ്മളൊരു ജേഴ്സി വാങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഒരു കളി കാണാൻ സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോഴോ ഈ വലിയ സാമ്പത്തിക വ്യവസ്ഥയുടെ ഭാഗമാവുകയാണ് ചെയ്യുന്നത്. പണ്ടൊക്കെ കളിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് ആളുകൾ സ്റ്റേഡിയത്തിൽ പോയിരുന്നതെങ്കിൽ ഇന്ന് അതൊരു ലക്ഷറി എക്സ്പീരിയൻസ് ആയാണ് മാറിയിരിക്കുന്നത്. കോർപ്പറേറ്റ് ബോക്സുകളും VIP പാസുകളും വഴി ഫിഫ കൊയ്യുന്ന ലാഭം സങ്കല്പിക്കാവുന്നതിലും അപ്പുറമാണ്. സാധാരണ ആരാധകൻ ഗാലറിയുടെ അറ്റത്ത് നിൽക്കുമ്പോൾ പണമുള്ളവർക്ക് മുന്നിൽ ഫുട്ബോൾ ചുവപ്പ് പരവതാനി വിരിക്കുന്നു.
സാധാരണക്കാരായി നമ്മളെ ഇതെങ്ങനെയാണ് ഫീൽ ചെയ്യിക്കുന്നത്? നമ്മുടെ നാട്ടിലെ ചെറുകിട ബിസിനസ്സുകാരനോ ഹോം ലോൺ അടയ്ക്കുന്ന ഒരാളോ ഇത് കാണുമ്പോൾ ആലോചിക്കേണ്ടത് തങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പോകുന്ന ഓരോ രൂപയും എങ്ങോട്ടാണ് എത്തുന്നതെന്നാണ്. അന്താരാഷ്ട്ര തലത്തിൽ സ്പോർട്സ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസമുണ്ട്. അതായത് കായിക വിനോദങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൂടുതൽ ചിലവേറിയതായി മാറുന്ന അവസ്ഥ. ഇൻഫ്ലേഷൻ എന്നാൽ വില കൂടുന്നു എന്നതാണ് ഉത്തരം. ഫിഫയുടെ ഇത്തരം വലിയ ബിസിനസ് തന്ത്രങ്ങൾ കാരണം വരും ദിവസങ്ങളിൽ സ്പോർട്സ് ചാനലുകളുടെ വരിസംഖ്യ കൂടാം, ഒഫീഷ്യൽ മെർച്ചന്റുകളുടെ വില വർദ്ധിക്കാം. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മാസ ബജറ്റിൽ ഇതിന്റെ ഒരു ചെറിയ പങ്ക് ചിലവായി പോകുന്നുണ്ടാവും. നമ്മൾ ഇത് അറിയുന്നുണ്ടാവില്ല. നമ്മൾ ആ ഒഴുക്കിൽ പെട്ടുപോവുകയാണ്. മാറ്റങ്ങൾ പെട്ടെന്നായിരിക്കില്ല സംഭവിക്കുക. പതിയെ പതിയെ നമ്മുടെ ശീലങ്ങളെ അവർ മാറ്റിയെടുക്കും. നമ്മൾ അതിന് വഴങ്ങിക്കൊടുക്കുകയും ചെയ്യും. നിങ്ങളൊരു നിക്ഷേപകൻ എന്ന നിലയിലോ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന വ്യക്തി എന്ന നിലയിലോ ഈ നമ്പറുകളൊക്കെ ഒന്ന് വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക. ഫിഫയുടെ വരുമാന വളർച്ച എന്നത് ആഗോള കായിക വിപണിയിലെ വലിയൊരു മാറ്റത്തിന്റെ സൂചനയാണ്. സ്പോർട്സ് മാനേജ്മെന്റ്, കായിക വിനോദങ്ങളുമായി ബന്ധപ്പെട്ട ഓഹരികൾ എന്നിവയെല്ലാം വരും കാലങ്ങളിൽ കൂടുതൽ സ്റ്റഡി ചെയ്യേണ്ടതുണ്ട്. നമ്മൾ പെട്ടെന്ന് പോയി ഒരു തീരുമാനവും എടുക്കേണ്ടതില്ല. ഒരു മികച്ച ഫിനാൻഷ്യൽ അഡ്വൈസറുമായി ചർച്ച ചെയ്യേണ്ട വാർത്തയാണ് ഇത്. വിപണിയിലെ ഇത്തരം വലിയ ചലനങ്ങൾ നമ്മൾ എപ്പോഴും നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം. ഈ ഒരു നമ്പർ ശ്രദ്ധിക്കുക, $13 ബില്യൺ. ഇത് വെറും ഒരു സംഖ്യയല്ല, ഇതൊരു പുതിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ അടിത്തറയാണ്. ഈ കളി ഇവിടെയും അവസാനിക്കുന്നില്ല. ടീമുകളുടെ എണ്ണം കൂട്ടിയപ്പോൾ കളിക്കാരുടെ ജോലിഭാരം കൂടുന്നു എന്ന വലിയൊരു പരാതിയും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. പല പ്രമുഖ ക്ലബ്ബുകളും താരങ്ങളും ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. കൂടുതൽ മത്സരങ്ങൾ എന്നാൽ കൂടുതൽ പരിക്കുകൾ എന്നാണ് അർത്ഥം. പക്ഷേ ഫിഫയെ സംബന്ധിച്ച് കൂടുതൽ മത്സരങ്ങൾ എന്നാൽ കൂടുതൽ സ്പോൺസർഷിപ്പ്, കൂടുതൽ ബ്രോഡ്കാസ്റ്റിംഗ് വരുമാനം, കൂടുതൽ ടിക്കറ്റ് വിൽപ്പന എന്നതാണ്. അതായത് കളിക്കാരുടെ ആരോഗ്യം പണയപ്പെടുത്തിക്കൊണ്ടാണോ ഈ വരുമാന യന്ത്രം പ്രവർത്തിക്കുന്നത് എന്നൊരു വലിയ ചോദ്യം ഇവിടെ വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊരു ഗൗരവമേറിയ വിഷയമാണ്. നമ്മൾ കാണുന്ന ഗ്ലാമറിന് പിന്നിൽ വലിയൊരു ചൂഷണത്തിന്റെ കഥയുണ്ടാകാം. ഒരു കായിക പ്രേമി എന്ന നിലയിൽ നമ്മൾ പലപ്പോഴും വികാരാധീനരാകാറുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ടീം ജയിക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കും, തോൽക്കുമ്പോൾ നമ്മൾ സങ്കടപ്പെടും. എന്നാൽ ഫിഫ എന്ന ആഗോള സംഘടനയ്ക്ക് ജയപരാജയങ്ങൾ ഒരു പ്രശ്നമേ അല്ല. അവർക്ക് ഏത് ടീം ജയിച്ചാലും ലാഭം മാത്രമാണ് ലക്ഷ്യം. മെസ്സി കളിച്ചാലും റൊണാൾഡോ കളിച്ചാലും അതല്ലെങ്കിൽ മറ്റാര് കളിച്ചാലും ഫിഫയുടെ പെട്ടിയിലേക്ക് പണം വന്നുകൊണ്ടേയിരിക്കും. ഇതൊരു പെർഫെക്റ്റ് ബിസിനസ് മോഡലാണ്. എന്ത് സംഭവിച്ചാലും നഷ്ടം വരാത്ത ഒരു വിചിത്രമായ വിപണി തന്ത്രം. ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. കളിയുടെ വികാരം വിറ്റ് അവർ സാമ്രാജ്യം പണിയുകയാണ്. ശരി, ഇനി ഇത് നമ്മളെ എവിടെ കൊണ്ടുപോകും? ആഗോളതലത്തിൽ വലിയ കായിക മാമാങ്കങ്ങൾ നടത്തുമ്പോൾ രാജ്യങ്ങൾക്ക് വലിയ ബാധ്യതയാകാറുണ്ട്. എന്നാൽ ഫിഫയ്ക്ക് ഒരു ബാധ്യതയുമില്ല. അവർ സ്റ്റേഡിയം പണിയാൻ പണം ചെലവാക്കാറില്ല. ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങളാണ് കോടികൾ മുടക്കി ഇൻഫ്രാസ്ട്രക്ചറുകൾ ഒരുക്കുന്നത്. അതിൽ നിന്നുള്ള ലാഭം മുഴുവൻ ഫിഫ കൊണ്ടുപോവുകയും ചെയ്യും. ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത് എത്രത്തോളം ലാഭകരമായ ഒരു ബിസിനസ് ആണെന്ന്. നമ്മുടെ നാട്ടിലെ ചെറുകിട ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് പോലും ഇതിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട്. റിസ്ക് മറ്റുള്ളവർക്ക് കൊടുത്ത് ലാഭം മാത്രം സ്വന്തമാക്കുന്ന ഒരു അപൂർവ തന്ത്രമാണിത്. അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. നമ്മളൊരു വലിയ സാമ്പത്തിക വിപ്ലവത്തിനാണ് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഫുട്ബോൾ വെറുമൊരു കളിയല്ല, അതൊരു അന്താരാഷ്ട്ര സാമ്പത്തിക ശക്തിയാണെന്ന് ഈ കണക്കുകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു സാമ്പത്തിക വിശകലനവുമായി അടുത്ത തവണ കാണാം. ഈ വീഡിയോ ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. ഏതെങ്കിലും ഫിനാൻഷ്യൽ ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് ഒരു സെബി രജിസ്ട്രേഡ് അഡ്വൈസറുമായി ബന്ധപ്പെടുക.